അങ്ങനെ ഒടുവിൽ അതിനൊരു തീരുമാനമായി. നിങ്ങളെല്ലാവരും ജൂലൈ 19, 20 തീയതികൾ ബ്ലോക്ക് ചെയ്യണേ. മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ കൊട്ടാരക്കര ഐപ്പുള്ളൂർ ഇടവകയുടെ പുതിയ പള്ളി കൂദാശയാണ്. ഇനി ആരും അറിഞ്ഞില്ലെന്ന് പറയരുത്. ആ ഇനത്തിൽ വികാരി അച്ഛന് അന്നുവരെ ആ ഇടവകയിൽ തുടരാം. പള്ളി ഭരണസമിതിയുടെ ആവശ്യം പരിഗണിച്ച് ഭദ്രാസന മെത്രാപ്പോലിത്ത അച്ഛന് പൊതുസ്ഥല മാറ്റത്തിൽ അല്പം ഇളവ് നൽകി. വികാരിയുടെ സുദീർഘമായ സേവനം പള്ളി കൂദാശ വരെ വേണമെന്ന് ഇടവക കമ്മിറ്റിക്കാരുടെ ആഗ്രഹമായിരുന്നു. അതാണ് തിരുമേനി സാധിച്ചു കൊടുത്തത്. കാക്കയുടെ വിശപ്പും മാറി, പശുവിന്റെ ചൊറിച്ചിലും മാറി. വികാരിക്ക് അല്പസ്വല്പം മറവിയൊക്കെ ഉണ്ട്. അതൊന്നും ഇടവകക്കാർ കാര്യമാക്കുന്നില്ല. സ്ലീബ ആഘോഷത്തിൽ സ്ലീബ എടുക്കാൻ മറന്നു പോയതൊന്നും അവർക്കാർക്കും വിഷയമല്ല. മറവിയും ഉറക്കച്ചെവിടും ആർക്കും ഉണ്ടാകാമെന്നാണ് ഇടവക ജനങ്ങൾ പറയുന്നത്. പിന്നെ പള്ളിപ്പണി അത് പൂർണ്ണമായും നിർമ്മാണ കമ്മിറ്റിയാണ് മേൽനോട്ടം വഹിച്ചത്. ദോഷം പറയരുതല്ലോ, വികാരി അച്ഛൻ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. അദ്ദേഹം പള്ളിയിലെത്തിയാൽ പാഴ്സനേജിൽ വിശ്രമിച്ചോളും. ഭൂമി കുലുങ്ങിയാൽ പോലും അനങ്ങില്ല. അതിന് കാരണമുണ്ട്. പള്ളിപ്പണി കരാർ കൊടുത്തത് അദ്ദേഹത്തിന്റെ നോമിനിക്കല്ല. മാത്രവുമല്ല, അച്ഛൻ പറഞ്ഞ കടയിൽ നിന്നല്ല സാധന സാമഗ്രികൾ വാങ്ങിയതും. അപ്പോൾ സ്വാഭാവികമായും മാറി നിൽക്കുന്നതല്ലേ ഉചിതം. അച്ഛനും അത്രേ ചെയ്തുള്ളൂ. ഈ പള്ളിപ്പണിയെക്കുറിച്ച് ഞങ്ങൾ 1-2 വാർത്തകൾ നേരത്തെ കൊടുത്തിരുന്നു. അപ്പോൾ വികാരിയുടെ ആശ്രിതരായ ചില ഏഴാം കൂലികളായ പ്രതിശൂന്യർ ചില വെല്ലുവിളികളൊക്കെ നടത്തി. ഇനിയും വാർത്തകളൊക്കെ വന്നാൽ എന്തൊക്കെയോ വിവരങ്ങൾ തരാമെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ വിവരമറിയുമായിരിക്കും. അതിനായി കാത്തിരിക്കുകയാണ്. വികാരിയോട് സ്നേഹമുള്ള ഇടവകക്കാരുമുണ്ടെന്ന് ഓർക്കണം. എന്നാൽ പള്ളിപ്പണിയിൽ ബലക്ഷയമുണ്ടെന്ന് ഭദ്രാസന മെത്രാപ്പോലിത്തയ്ക്ക് പരാതി കൊടുത്ത ഗ്രൂപ്പുമുണ്ട്. അങ്ങനെ ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ മെത്രാപ്പോലിത്ത പള്ളി സന്ദർശിക്കുകയും ചെയ്തു. പക്ഷേ പരാതിയിൽ പറഞ്ഞത് അടിസ്ഥാനരഹിതമായിരുന്നു. തിരുമേനി വന്ന് നോക്കിയപ്പോൾ പണിക്കൊന്നും ഒരു കുഴപ്പവുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിർമ്മാണം നടക്കുന്നത്. ഇനി ആകെയുള്ള ഒരു കാര്യം, വികാരി സ്ഥലം മാറി പോകുന്നതിന് മുമ്പ് കണക്കുകളൊക്കെ പാസ്സാക്കിക്കോണേ. ഇദ്ദേഹം മുൻപിരുന്ന പള്ളികളിൽ കണക്കുകളൊന്നും പാസ്സാക്കാതെയാണ് പോകുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പുനരൂർ വള്ളക്കോട് പള്ളിയിലൊന്ന് തിരക്കിയാൽ മതി. ഇതുകൊണ്ടൊക്കെയാ പല പള്ളിക്കാരും ഇപ്പോൾ തിരുമേനിയോട് തൊഴുതു പറഞ്ഞിരിക്കുക, ഈ അച്ഛനെ ഞങ്ങളുടെ പള്ളിയിലേക്ക് വിടല്ലേ എന്ന്. ഇദ്ദേഹത്തിന് എപ്പോഴും മുഖ്യാസനത്തിൽ സ്ഥാനം വേണം. അതിന് ആരുടെ കയ്യും കാലും പിടിക്കും. കഴിഞ്ഞ തവണ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ദോഷം പറയരുത്, 5 വർഷം സ്ഥാനത്തിരുന്നു. ഒരു ചോദ്യം പോലും ചോദിക്കുകയോ ഒരഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. കമ്മിറ്റിക്ക് പോകും, ചായ വട നല്ലൊരു ഊണുമൊക്കെ ഉണ്ട്, തിരിച്ചു പോരും. എതിരാളികൾ പറയുന്നത് കമ്മിറ്റിക്ക് പോകുന്നത് ശീതീകരിച്ച് ആ ഹാളിൽ ഇരുന്ന് ഉറങ്ങുകയാണെന്നാണ്. വെറുതെയാ വിരോധികൾ പറഞ്ഞുണ്ടാക്കുന്നതാ. അങ്ങനെയൊന്നും അച്ഛൻ ചെയ്യില്ല. ഭദ്രാസന കൗൺസിൽ അംഗവുമായിരുന്നിട്ടുണ്ട്. സ്ഥിരമായി കൊട്ടാരക്കര കൺവെൻഷൻ ഭാരവാഹിയാണ്. ആരെയും അടുപ്പിക്കില്ല, ആരോടും ആലോചിക്കില്ല. പ്രോഗ്രാം കമ്മിറ്റിയെ പോലും അറിയിക്കാതെയാണ് പ്രോഗ്രാം നിശ്ചയിക്കുന്നത്. അതിന് കൂട്ടായി കലയപുരത്തുകാരൻ ഒരു ഇളമുറ വൈദികനുമുണ്ട്. ഈനാം ബേസിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്നത് പോലെ. ആകെ ഒരു അടി പറ്റിയത് കഴിഞ്ഞ ഭദ്രാസന സെക്രട്ടറി തെരഞ്ഞെടുപ്പിലാണ്. സെക്രട്ടറിയായി മത്സരിച്ച് ദയനീയമായി തോറ്റു തുന്നമ്പാടി. അദ്ദേഹത്തിന്റെ മഹത്വം അറിയാവുന്നവർ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? മുന്നിൽ 2 ഭൂരിപക്ഷത്തോടെയാണ് എതിർ സ്ഥാനാർത്ഥി വിജയിച്ചത്. ജീവിതത്തിലെ ഒരാഗ്രഹമായിരുന്നു ഭദ്രാസന സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കണമെന്ന്. ആ ആഗ്രഹം വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും സാധിച്ചു കിട്ടുമെന്ന ആശ്വാസത്തിലിരിക്കുക. എന്തായാലും ഇപ്പോഴത്തെ ട്രാൻസ്ഫറിൽ കിട്ടുന്ന പള്ളിയിൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് എതിരാളികൾ. പിന്നെ ഇദ്ദേഹത്തിന്റെ സഭയിലെ സ്വാധീനം അത് അടുത്ത വീഡിയോയിൽ പറയാം.